ക്രൈം സീനിലും അതോടൊപ്പം തന്നെ കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ നിർണായകമായ ലീഡ് നൽകുന്ന ഒരു വിഭാഗമാണ് കേരള പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡ്. ഇന്ന് കാസർഗോഡ് ഡിവിഷൻ്റെ ടോക്ക് ടൈം ചിത്രീകരിക്കുന്നത് കാസർഗോഡ് ഡോഗ് സ്ക്വാഡ് യൂണിറ്റിലാണ്. നമ്മോടൊപ്പം കാസർഗോഡ് ഡിവിഷൻ്റെ പ്രേക്ഷകരോട് ഡോഗ് സ്ക്വാഡിനെ കുറിച്ച് സംസാരിക്കുന്നത് ഡോഗ് സ്ക്വാഡ് ഹാൻഡ്ലർ ഇൻചാർജ് ശ്രീ ലോകിദാസനാണ്. സർ നമസ്കാരം. നമസ്കാരം. ജി സർ, നമ്മൾ സാധാരണ ഈ പല ക്രൈം സീനിലൊക്കെ പോലീസ് നായ അല്ലെങ്കിൽ ഡോഗ് സ്ക്വാഡിൻ്റെ ചില സേവനങ്ങൾ നമ്മൾ കാണാറുണ്ട്. തീർച്ചയായും. അതായത് നമുക്ക് പിക്ചറിൽ അല്ലെങ്കിൽ വീഡിയോയിൽ അല്ലെങ്കിൽ ചാനലിലൊക്കെ കാണുന്നതല്ലാതെ ഈ ഡോഗ് സ്ക്വാഡ് എന്നത് അല്ലെങ്കിൽ അത് K9 സ്ക്വാഡ് എന്ന് മറ്റൊരു തരത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്താണ് കേരള പോലീസിൻ്റെ ഈ ഡോഗ് സ്ക്വാഡ് യൂണിറ്റ്? നമ്മൾ കേരള പോലീസ് ഡോഗ് സ്ക്വാഡ് യൂണിറ്റിന് പണ്ട് ഡോഗ് സ്ക്വാഡ് എന്ന് തന്നെ പറയല്, പക്ഷേ ഇപ്പം K9 സ്ക്വാഡ് എന്നാണ് പറയല്. ഈ K9 സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ ഈ കനൈൻ എന്ന് പറഞ്ഞാൽ ഡോഗിന് പറയുന്ന പേരാ കനൈൻ. അപ്പോൾ CAK9 അപ്പോൾ K9 അത് ആദ്യമായിട്ട് നിലവിൽ അമേരിക്കൻ പോലീസിലാണ് പിന്നെ ഈ K9 പോപ്പുലാരിറ്റി ആയിട്ട് അവരെടുത്തത്. അതിനുശേഷം ലോകത്തെ എല്ലാ ഡോഗ് സ്ക്വാഡും ആ പേരെന്നെ എടുത്ത് K9 എന്നുള്ള പേരിലേക്ക് വന്നതാണ്. ഇപ്പം നിലവിൽ കേരള പോലീസിലെ എല്ലാ ഡോഗ് സ്ക്വാഡിനും K9 സ്ക്വാഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ സാർ, നമുക്കിപ്പം ചിലപ്പോൾ പ്രേക്ഷകർക്ക് കൗതുകത്തോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഡോഗ് നമ്മളൊക്കെ വീടുകളിൽ നായനെ വളർത്താറുണ്ട്. പക്ഷേ ഇപ്പം ഡോഗ് സ്ക്വാഡിലേക്ക് അത് കുറച്ചും കൂടി സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഡോഗിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡോഗിനെ സെലക്ട് ചെയ്യുമ്പോൾ അത് ഏത് പ്രായത്തിലുള്ള ഡോഗിനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഏത് ബ്രീഡാണ്? നമ്മൾ കേരള പോലീസിലേക്ക് ഇപ്പം പല ബ്രീഡിനെയും സെലക്ട് ചെയ്യാറുണ്ട്. ജർമ്മൻ ഷെപ്പേർഡ്, ഡോർമാൻ, ലാബ്, ജാക്ക് റസൽ, അങ്ങനെ ഇന്ത്യൻ ബ്രീഡ് ഉണ്ട്, കന്നി, ചിപ്പിപ്പാറ, മുതലുകൊണ്ട്. ഇതും കേരള പോലീസിലെ പല ഡോഗ് സ്കൂളിലും ഇപ്പം ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ ഡ്യൂട്ടിക്ക് എടുക്കുന്നുണ്ട്. എത്ര മാസം പ്രായമുള്ള ഡോഗിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? അത് ചെറുപ്പത്തിലെടുക്കും. നമ്മൾ 3.5-4 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഡോഗിനെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ട്രെയിനിങ്ങിന് അത് ഫീമെയിൽ മെയിൽ അങ്ങനെയൊന്നുമില്ല. ഫീമെയിലിനെ എടുക്കും, മെയിലിനെ എടുക്കും. നമ്മൾ പോലീസിൽ പിന്നെ 2 വിഭാഗത്തിലും ഫീമെയിൽ ഇവിടെ ഈ സ്കൂളിൽ തന്നെയുണ്ട്. ഈ K9 സ്കൂൾ കാസർഗോഡ് തന്നെയുണ്ട്, ഫീമെയിലും മെയിലും. അപ്പോൾ അതില്ല ഏത് ബ്രീഡും. പക്ഷെ എടുക്കുമ്പോൾ ഒരു 3.5-4 മാസം, മാക്സിമം 5 മാസം ആ പ്രായത്തിൽ എടുക്കും നമ്മൾ. എടുത്ത ശേഷം ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതായത് എടുത്തു കഴിഞ്ഞു ഡോഗിനെ, നമ്മൾ പിന്നീട് അതിൻ്റെ അടുത്ത ഘട്ടം എന്നത് പരിശീലനമാണ്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇതിനെ പരിശീലിപ്പിക്കുന്നത്? ഇപ്പോൾ കേരളത്തിൽ വളരെ വളരെ ശക്തമായ ഒരു ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. കേരള പോലീസ് അക്കാദമിയിൽ ഡോഗ് ട്രെയിനിങ് STDS എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ നിന്നാണ് കേരളത്തിലെ എല്ലാ ഡോഗിനെയും ട്രെയിൻ ചെയ്യിക്കുന്നത്. കൂടാതെ ഇപ്പോൾ ഇവിടെ ഒരു 3 ഡോഗ് ഉണ്ട്. 3 ഡോഗ് അത് ITBP ഹരിയാനയിൽ നിന്ന് ട്രെയിൻ ചെയ്ത് വന്നതാണ്. ആ വർഷം ഹരിയാനയിലേക്ക് അയച്ചിരുന്നു ട്രെയിനിങ്. അങ്ങനെ ഇന്ത്യയിലെ പല സ്ഥലത്തുനിന്നും ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്, മിലിറ്ററിൻ്റെ ട്രെയിനിങ് സെൻറ്റർ. പക്ഷേ ഇപ്പം കേരളത്തിലെല്ലാ ഇപ്പോൾ ട്രെയിനിങ് വ്യക്തമായി നടക്കുന്നത് ഇവിടെ കപ്പയിൽ കേരള പോലീസ് അക്കാദമിയിൽ STDS എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അവിടെ ഇൻസ്ട്രക്ടർമാരുണ്ട്. ഞാനവിടെ ഇൻസ്ട്രക്ടറായിട്ട് കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2000 മുതൽ ഡോഗ് സ്കൂളിൽ K9 സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഹാൻഡലറായിട്ടും ഇൻചാർജായിട്ടും അതുപോലെ ട്രെയിനറായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു പോലീസുകാരനാണ്. അപ്പോൾ നല്ല ശക്തമായ രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്ന 9 മാസമാണ് ഇതിൻ്റെ ട്രെയിനിങ്. തീർച്ചയായും ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമുക്ക് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു, അത് പിന്നെ ട്രെയിൻ അക്വയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു യൂണിറ്റിലേക്ക് വരും. ഓരോ ജില്ലയ്ക്ക് ഓരോ യൂണിറ്റിലേക്ക് വരും. പിന്നീട് അത് ആ യൂണിറ്റിൽ വീണ്ടും പരിശീലനം നടക്കുന്നത്. അത് ഈ ഡോഗിൻ്റെ ചിലർക്ക് ധാരണയുണ്ട്, ട്രെയിനിങ് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രെയിനിങ് എല്ലാം തീർന്നു. ഡെയിലി നമ്മൾ പ്രാക്ടീസ് കൊടുക്കണം, അല്ലാണ്ട് ഇതിൻ്റെ കഴിവ് അതുപോലെ നമുക്ക് നിലനിർത്താൻ പറ്റില്ല. 9 മാസത്തെ കഠിനമായ പരിശീലനമാണ് കൊടുക്കുന്നത്. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് എല്ലാം കൊടുത്ത് നല്ല ലെവലിലായിട്ട് കപ്പിൽ നിന്ന് STDS ഇറങ്ങി വന്ന ഡോഗ്. ആ ഒരു ഡോഗിന് 2 ഹാൻഡറുണ്ട്. ഡെയിലി ഒരാൾ ആ ഡോഗിൻ്റെ കൂടെ ഉണ്ടാവും. ആ ഡെയിലി പ്രാക്ടീസ് നിർബന്ധമാണ്. എന്നാലേ ഇതിൻ്റെ കഴിവ് എപ്പോഴും അതുപോലെ നിലനിൽക്കും. നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തേണ്ട ഡോഗാണ് വർക്ക് ചെയ്യാൻ വേണ്ടി. ട്രാക്ക് ഡോഗായാലും കൊലയാളികളെ കണ്ടുപിടിക്കാനും കുറ്റവാളികളെ കണ്ടുപിടിക്കാനും, അതുപോലെ നാർക്കോട്ടിക്കിൻ്റെ ഡോഗുണ്ട്, എക്സ്പ്ലോസീവിൻ്റെ ഡോഗുണ്ട്. എക്സ്പ്ലോസീവിൻ്റെ ഡോഗെല്ലാം ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു സാധനം കണ്ടാൽ അവിടെ അത് എക്സ്പ്ലോസീവ് ആണോ അല്ലയോ എന്ന് റെക്കഗ്നൈസ് ചെയ്യേണ്ട ഡോഗ് മാത്രമാണ്. അത് ബോംബാണെങ്കിൽ
പിന്നെ ചെയ്യേണ്ടത് ബോംബ് സ്ക്വാഡാണ്. പക്ഷെ അതിന് മുമ്പിലെ ഡിറ്റക്ഷൻ പ്രോസസ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ പ്രോസസ്സ്, അത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് അത്ര ഈസി, നമുക്ക് പറയുന്ന പോലെ അത്ര ഈസി ആയിട്ട് പറ്റില്ല. അത് സ്മെല്ലെടുത്തിട്ട് നമ്മൾ ഡോഗ് ബോംബാണെങ്കിൽ ബോംബ്, എക്സ്പ്ലോസീവ് ആണെങ്കിൽ എക്സ്പ്ലോസീവ്, അല്ലെങ്കിൽ അല്ല എന്ന് ഇൻഡിക്കേഷൻ തരും, കൃത്യമായിട്ട് തരും. ബോംബ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ ആൾക്കാർക്ക് സമീപിക്കാനാവില്ല. അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഡോഗിൻ്റെ ആക്ട് നമുക്കത് പ്രേക്ഷകർക്ക് വേണ്ടി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സേവനങ്ങളെ കുറിച്ച് നമുക്ക് പറയണം സാർ. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ പരിശീലനം ഡെയിലി പറയുന്ന പോലെ ഡോഗ് നമ്മൾ പരിശീലനം നൽകുക, ഓരോ യൂണിറ്റിലും നൽകുന്നത്. അങ്ങനെയാണ് ഇതിന് കൊടുക്കുന്ന ഫുഡ്, അതിനൊരു നിയന്ത്രണമുണ്ടോ? അത് ഏത് തരത്തിലാണ്? അത് നമ്മളെ വ്യക്തമായ ഡോഗിൻ്റെ ഫുഡ് എങ്ങനെ കൊടുക്കണം, ഏതെങ്കിലും രീതിയിൽ മെഡിസിൻ കൊടുക്കണം. അതിന് നമ്മൾ കേരളത്തിൽ പിന്നെ വെറ്റിനറി ഡോക്ടറുണ്ട് തിരുവനന്തപുരത്താണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് സുമൻ, ഡോക്ടർ സുമനാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഏത് ഫുഡ് കൊടുക്കണം, എത്ര അളവിൽ കൊടുക്കണം, അദ്ദേഹം നിർദ്ദേശിക്കും. അത് ജില്ല തീർച്ചയായും. പിന്നെ ജില്ലാ വെറ്ററിനറിയിൽ ഒരു ഡോക്ടറുണ്ട് നമുക്കിവിടെ. ഇവിടുത്തെ ഡോക്ടർ ചാർജ് ഫാബിൻ പൈലി എന്ന് പറഞ്ഞ ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഡെയിലി മാസത്തിൽ എല്ലാ മാസത്തിലും അദ്ദേഹത്തിന് ഇവിടെ വന്ന് ട്രീറ്റ് ചെയ്യും. അതിൻ്റെ മന്ത്ലി ചെക്കപ്പ് നടത്തും. മരുന്നുകൾ എത്ര കൊടുക്കണം, ഡിവാമിങ് പ്രശ്നമുണ്ട്, വാക്സിനേഷൻ കൃത്യമായിട്ട് കൊടുക്കണം, ഡേറ്റിന് കൃത്യമായിട്ട് കൊടുക്കണം. അതെല്ലാം ഡോക്ടർ പൈലി, ഈ വെറ്ററിനറി ഡോക്ടർ സുമൻ സാറ് നിർദ്ദേശത്തിൽ ചെയ്യുന്ന കൃത്യമായിട്ട്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യും. ഇതിൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മളെ. ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ ഇത് ഹാൻഡ്ലേഴ്സ്, ഇപ്പം സാറ് ഇൻചാർജാണ്, അതോടൊപ്പം തന്നെ ഒരു 6 പേരെ നമുക്കിവിടെ ഹാൻഡ്ലേഴ്സായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ഈ ഹാൻഡ്ലേഴ്സ് ഈ ചെയ്യുന്നത് പോലെ ഇപ്പം നേരത്തെ നമ്മൾ ഈ സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ. ഇപ്പം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സാധാരണ ഇപ്പം ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ അതിന് ഏറ്റവും ഉയർന്ന DGP ആ തരത്തിലുള്ള റാങ്ക് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ഓഫീസേഴ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഡോഗ് സ്ക്വാഡ് യൂണിറ്റിൻ്റെ ഒക്കെ? ഈ കേരളത്തിലെ ഡോഗ് സ്ക്വാഡിൻ്റെ കാനൈൻ സ്ക്വാഡിൻ്റെ സ്ട്രക്ചർ പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് ADGP AP ബറ്റാലിയൻ നോഡൽ ഓഫീസർ. ഓക്കെ. AP ബറ്റാലിയൻ ADGP നോഡൽ ഓഫീസറും അതിൻ്റെ കീഴെ IRB കമാൻഡൻറ്റ്, സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ചെയർമാനാണ്. IRB കമാൻഡ് തൃശ്ശൂരാണ്. അതിന് താഴെ ജില്ലാ ചാർജ് ഓഫീസർ, ഒരു AC അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓഫീസർ ഉണ്ടാവും. പിന്നെ ഇത് ഡെയിലി റൂട്ടീൻ കാര്യങ്ങളെല്ലാം ഇവർ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അവർ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യും. കൂടാതെ ജില്ലാ DPC അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അനുസരിക്കും. ഇവിടെ ഒരു AC ഉണ്ട്, AC ചാർജ് ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം പറയുന്നതും DPC പറയുന്നതും ജില്ലാ പോലീസ് മേധാവി പറയുന്നതും കൃത്യമായിട്ട്, ഡ്യൂട്ടിക്കെല്ലാം വരുന്നത് ഇവിടുന്നാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളത് ഫോളോ ചെയ്തിട്ട് എല്ലാം ഭയങ്കര സഹകരണം. നമ്മളെ എന്താവശ്യത്തിനും DPC എടുത്ത് പോയാലോ വേറെ എവിടെ പോയാലോ നമുക്കത് അനുവദിച്ചു. കാരണം ഡോഗാണ്, ഡോഗിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ ഫുഡിൻ്റെ കാര്യത്തിലായാലും എന്തായാലും മരുന്നിൻ്റെ കാര്യത്തിലായാലും കൃത്യമായിട്ട് DPC അതുപോലെ ഈ ADGP പറ്റും അല്ലെങ്കിൽ മുതലുള്ള ഓഫീസർമാരും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ ഡോഗിനെ നോക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ സാർ, നമ്മളിപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും സാധാരണ റിട്ടയർമെൻറ്റ് ഉണ്ടാകും. തീർച്ചയായും ഡോഗ് സ്ക്വാഡ് യൂണിറ്റ് ചിലപ്പോൾ അത് മറ്റൊരു കൗതുകത്തോടെ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നൊരു ചോദ്യമായിരിക്കും. ഡോഗ് സ്ക്വാഡിൽ ഓരോ ഡോഗും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ സർവീസിന് പര്യവസാനിക്കുന്ന ഒരു സമയം അങ്ങനെയുണ്ടോ, ഒരു ഏജ് കാറ്റഗറി ഉണ്ടോ? തീർച്ചയായും. കാരണം നമ്മളെപ്പോലെ ഇതിനുമുണ്ട്. കാരണം ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് ഇതിന് ഡ്യൂട്ടിക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം പണ്ട് കുറേ നാൾക്ക് മുമ്പിൽ ഈ ഡോഗിൻ്റെ ആരോഗ്യം തീരുന്നവർ ഞാൻ ട്രെയിൻ ചെയ്ത ഡോഗ് മരിച്ചത് ഇവിടുന്ന് തന്നെയാണ്. അലക്സ് എന്ന് പറഞ്ഞ് അത് സ്റ്റേറ്റ് മീറ്റിൽ ഗോൾഡ് മെഡലും കിട്ടിയതാണ്. ആ ഡോഗ് മരിച്ചത് ഇവിടുന്ന് തന്നെയാണ്. അതിനുശേഷം വന്ന ഒരു തീരുമാനമാണ് ഈ പ്രായമായ ഡോഗിനെ വ്യക്തമായും കൃത്യമായിട്ടും നമ്മളതിന് പരിപാലിക്കേണ്ടതുകൊണ്ട് ഈ കപ്പേലി വിശ്രാന്തി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. ഇത്ര പ്രായം കഴിഞ്ഞാൽ ആരോഗ്യം കുറച്ച് കുറഞ്ഞാൽ അതിന് ഡ്യൂട്ടിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചാൽ, കാരണം അതിന് ബോർഡ് രൂപീകരിച്ച് 2-3 SP-മാരും ഈ ഡോക്ടർ സുമൻ സാറും എല്ലാം രൂപീകരിച്ച ബോർഡ് രൂപീകരിച്ച് ഇതിന് ഡ്യൂട്ടിക്ക് എടുക്കാൻ പറ്റില്ല, അപ്പോൾ വിശ്രാന്തിയിലേക്ക് മാറ്റും. കഴിഞ്ഞ മാസം നമ്മൾ എടുത്ത ഒരു റൂണി എന്ന് പറഞ്ഞ ഡോഗ് നമ്പർ 278 എന്ന ഡോഗിനെ വിശ്രാന്തിയിലേക്ക് നമ്മൾ റിട്ടയർമെൻറ്റ് ജീവിതത്തിനായിട്ട് അയച്ചിട്ടുണ്ട്. അവർ അതിൻ്റെ ജീവിത സായാഹ്നം അല്ലെങ്കിൽ അതിൻ്റെ പര്യവസാനം ഒക്കെ ആ വിശ്രാന്തി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒന്നുമില്ല, ഫുഡ്, മെഡിസിൻ, കുറച്ച് റിലാക്സിങ് പറഞ്ഞ് പുറത്തേക്ക് ഇറക്കും, അത്രയേ ഉള്ളൂ. വേറെ ഡ്യൂട്ടിക്കും പോകേണ്ട, ഒരു സ്ട്രെസ്സും ഇല്ല. അവിടെ പോലീസുകാരുണ്ട് നോക്കാൻ. അവർ അവിടെ നോക്കിയിട്ട് അതിൻ്റെ അവസാനം വരെ
കൃത്യമായിട്ട് നമ്മൾ നോക്കും. നമ്മൾ പോലീസിന് സർവീസ്, നാട്ടുകാർക്ക് വേണ്ടി സർവീസ് ചെയ്ത ഡോഗാണല്ലോ, അതിൻ്റെ ആ രീതിയിൽ മാത്രം കൃത്യമായിട്ട് നോക്കും നമ്മൾ. നമ്മളിപ്പം പോലീസിൽ പല റാങ്കും ഉണ്ടാവാറുണ്ട്. ഇപ്പം പിന്നെ ഡോഗ് സ്ക്വാഡിന് അങ്ങനെ ഏതെങ്കിലും ഇന്ന ഡോഗിന് ഇന്ന റാങ്ക് അങ്ങനെയുണ്ടോ? അത് നാട്ടുകാർ പലരും എന്നോട്, ഞാൻ ഇത്രയെല്ലാം ഡോഗ് സ്ക്വാഡിലായതുകൊണ്ട്, കാനൻ സ്ക്വാഡിലായതുകൊണ്ട് പലരും എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പം ഡോഗിന് അങ്ങനെ റാങ്ക് കൊടുക്കുകയില്ല. മുമ്പ് ഉണ്ടായിരുന്നു, ഞാൻ വരുന്നതിന് മുമ്പിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിന് വ്യക്തമായൊരു ഇത് ആവുന്നില്ല. ഇപ്പം അങ്ങനെ റാങ്കിങ് ഒന്നും കൊടുക്കുകയില്ല. ഓക്കെ, നമ്മളിപ്പം കനൈൻ സ്ക്വാഡിനെ കുറിച്ച്, അതിനെ ബ്രീഡ് സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ പരിശീലനത്തെക്കുറിച്ചും അതിൻ്റെ വിശ്രമത്തെക്കുറിച്ച് പറഞ്ഞു, റിട്ടയർമെൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ കനൈൻ സ്ക്വാഡിൻ്റെ ഈ ഡോഗിൻ്റെ സേവനങ്ങൾ എന്തൊക്കെയാണ്? അത് വ്യക്തമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോൾ നിലവിൽ നമ്മൾ ഡോഗിനെ മെയിനായിട്ട് ഓരോ ആക്ടിനും ഓരോ ഡോഗുണ്ട്. ഇത് ട്രാക്കർ ഡോഗ് എന്ന് പറഞ്ഞാൽ കളവ് കേസ്, കൊലപാതക കേസ് എന്ന കേസിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒരു വീട്ടിൽ കളവ് നടന്നാൽ ആ കള്ളൻ അവിടെ ഉണ്ടാവില്ല, പോയിട്ടുണ്ടാവും. അപ്പോൾ കള്ളന്മാർ ടച്ച് ചെയ്ത് എന്ന് വിചാരിക്കുന്ന സാധനത്തിന് നമ്മൾ സ്മെല്ല് കൊടുക്കും. അതിൻ്റെ ആ വ്യക്തിയുടെ സ്മെല്ല് അതിനുണ്ടാവും. അത് ഫോളോ ചെയ്തിട്ട് ഈ കള്ളൻ എവിടത്തേക്ക് പോയതിന് നോക്കിയിട്ട് ആ സ്മെല്ലെടുത്ത് ഡോഗ് അങ്ങോട്ട് പോകും. കാരണം ഓരോ ആൾക്കും വ്യത്യസ്തമായ സ്മെല്ലാണ് ഉണ്ടാവും. ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പം നമ്മൾ സാധാരണ പല ക്രൈം സീനിലും നമുക്ക് വാർത്തകളിലൊക്കെ കാണാറുണ്ട്, ഒരു ഡോഗ് ഇങ്ങനെ വളരെ സ്പീഡിൽ ഓടി അല്ലെങ്കിൽ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ സമീപത്തെത്തി, അത് അവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്തു, അവിടെ സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ മറ്റൊരു ഊട് വഴിയിലൂടെ പോയി ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ടായിരിക്കും എറൈസ് ചെയ്യുന്നത്? അത് വരും. നമ്മൾ ഡോഗിന് സ്മെല്ല് കിട്ടുന്ന സ്ഥലത്ത് വരെ പോകാൻ പറ്റും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകില്ല. കാരണം ഒരു കള്ളൻ പിന്നെ കളവ് നടത്തി ഒരു സ്ഥലം വരെ പോയിട്ട് അവിടെ നിന്ന് വാഹനത്തിന് ആണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ കിട്ടില്ല, ഡോഗ് അവിടെ കളിക്കും. പിന്നെ ഒരു പുഴ കടന്ന് അപ്പുറത്തേക്ക് പോയാൽ അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂറ്റി കിട്ടില്ല. പക്ഷെ നമുക്ക് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു ലീഡ് കിട്ടി, അതായത് ഈ സ്വാഭാവികമായിട്ടും ഈ കള്ളൻ അല്ലെങ്കിൽ ഇത് ഇവിടെ വരെ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് വരെ സഞ്ചരിച്ചിട്ടുണ്ടാകുന്നതിൽ ഒരു ലീഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു പുഴയാണെങ്കിൽ പുഴ കടന്നിട്ട് അപ്പുറത്തേക്ക് ആൾ പോയിട്ടുണ്ടാവും, വേണം അവിടെ നിന്നും വീണ്ടും ചെയ്താൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം, ഒരു കളവ് നടന്നാൽ ആ സമയം എത്രമാത്രം പെട്ടെന്ന് ഡോഗിനെ നമ്മൾ ആ പ്രസന്റ് ആ സ്ഥലത്തേക്ക് എത്തിക്കുന്നത് നമുക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്. സമയം പോകുന്നതനുസരിച്ച് സ്മെല്ല് അങ്ങ് പോകും. ഇത് ഡോഗിൻ്റെ ഈ കള്ളന്മാർ പോയതിൻ്റെ ആ ട്രാക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഡോഗിനെ എത്തിക്കുക. പിന്നെ വേറൊരു കാര്യം, ഈ കളവ് നടന്ന വീട്ടിൽ ആൾക്കാരെല്ലാം എത്തി ആ സ്മെല്ലെല്ലാം സ്കാറ്റേഡ് ആയി പോകും. ഈ കള്ളന്മാർ ടച്ച് ചെയ്യുന്ന പറയുന്ന പൊതുജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകുന്ന, അതായത് ഏതെങ്കിലും ക്രൈം സീനായാൽ ഏത് ക്രൈം സീനിലാണെങ്കിലും ഒന്ന് വീട്ടുകാർ അല്ലെങ്കിൽ പൊതുജനങ്ങൾ നമ്മൾ ഓടിപ്പോയിട്ട് അന്വേഷിക്കുക, അല്ലെങ്കിൽ ആ ക്രൈം സീനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അറിയാതെ. തീർച്ചയായിട്ടും അത് ഇന്റൻഷനായിട്ട് ചെയ്യുന്നില്ല. എൻ്റെ വീട്ടിൽ ഒരു കളവ് നടന്നാൽ എൻ്റെ വീട്ടിൽ എത്ര ഗോൾഡ് പോയി, എവിടുന്ന് എടുത്തു പോയി, സ്വാഭാവികമായിട്ട് ഒരിക്കലും അവിടെ കാനൈൻ സ്ക്വാഡിനെ കുറിച്ച് ആലോചിക്കില്ല. അതാ. പക്ഷെ ഡോഗിന് അവിടെ വന്നിട്ട് ആക്ട് ചെയ്യേണ്ട ആ ഇത് പിന്നെ നഷ്ടപ്പെടുകയും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആ പിന്നെ സാധനം മാറ്റി വയ്ക്കുക, ആൾക്കാർ കൂടുതൽ ആ റൂമിലേക്ക് കയറുക എന്ന് ചെയ്താൽ ഡോഗിന് പിന്നെ തെളിവ് ശേഖരിക്കേണ്ട സംഭവം കുറഞ്ഞു വരും. അപ്പം മാക്സിമം ആൾക്കാർ ആ റൂമിലേക്ക് കയറാതെ പിന്നെ ആൾക്കാർ അങ്ങോട്ട് ഗ്യാതേർഡ് ആവാതെ മാറി നിൽക്കുക. ഡോഗ് വന്നതിന് ശേഷം മാത്രം അത് അതിൻ്റെ പെർഫോമൻസ് ആയിരിക്കണം ആദ്യം, എന്നാൽ ഇനി കിട്ടാൻ സാധ്യത കൂടും. മറ്റ് സേവനങ്ങളെ ഇപ്പം നമ്മളിപ്പോൾ അറിയാലോ, ട്രെയിനിൽ സെർച്ച് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ബോംബ് ഡിറ്റക്ഷൻ, അതോടൊപ്പം അങ്ങനെ പല സേവനങ്ങൾ, അത് നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്ത് പറയാം. അടുത്തത് എക്സ്പ്ലോസീവ് ഡോഗാണ്. എക്സ്പ്ലോസീവ് ഡോഗിനെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ എക്സ്പ്ലോസീവ് ഇല്ല സ്ഥലം സ്മെല്ലെടുത്തിട്ട് അവിടെ എൻ്റെ പ്രസൻസ് ഉണ്ടോയെന്ന് നമ്മൾ അറിയിക്കലാണ്. അത് പിന്നെ എവിടെയായാലും, വാഹനത്തിലായാലും ഒരു സ്ഥലത്തായാലും ആരെങ്കിലും എക്സ്പ്ലോസീവ് പോക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ സ്മെൽ ചെയ്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അത്രക്കും വളരെ ശക്തമായിട്ടാണ് നമ്മൾ എക്സ്പ്ലോസീവ് ഡോഗിനെ നോക്കുന്നത്, ഡെയിലി പ്രാക്ടീസ് കൊടുത്തിട്ട്. കാരണം ഒരു ബോംബ് പിന്നെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ, നാടൻ ബോംബായിക്കോട്ടെ എന്ത് ബോംബായിക്കോട്ടെ, അത് ഡോഗ് കണ്ടെത്തിയാൽ നമുക്ക് എത്രയോ ഇഞ്ചുറി ഇല്ലാണ്ടാക്കാൻ പറ്റും, എത്രയോ അപകടം മനുഷ്യന്മാരെ നഷ്ടപ്പെടുന്ന ഇല്ലാണ്ടാക്കാൻ പറ്റും. അത് ഒന്ന് എക്സ്പ്ലോസീവ്. പിന്നെ ആൽക്കഹോൾ ഡോഗ് ഉണ്ട് കേരളത്തിൽ. ഈ കാസർഗോഡ് കാനൈൻ സ്ക്വാഡിലില്ല, ആൽക്കഹോൾ ഡോഗ് ഉണ്ട്. പിന്നെ ഇത് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഡോഗ് ഉണ്ട്.
സെർച്ച് ആൻഡ് റെസ്ക്യൂ ഡോഗ് എന്ന് പറഞ്ഞാൽ വലിയ ബിൽഡിംഗ് അപകടം പറ്റിയാൽ അതിൻ്റെ ഇടയ്ക്ക് മനുഷ്യന്മാർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ സാന്നിധ്യം ഉണ്ടോ അറിയാൻ വേണ്ടി അത് കേരളത്തിലുണ്ട്. പിന്നെ കടാവർ ഡോഗ് ഉണ്ട് കേരളത്തിൽ. വളരെ ഇപ്പം കടാവർ ഡോഗ് പല സ്ഥലത്തും ബോഡി ചേസ് ചെയ്ത് കണ്ടുപിടിക്കുക. മണ്ണിൻ്റെ അടിയിലായാലോ ബിൽഡിങ്ങിൻ്റെ അടിയിലോ ആയാലോ ആരും മരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ബോഡിൻ്റെ വരുന്ന ആ ഡി കെൻ്റെ സ്മെല്ല് എടുത്തിട്ട് നമ്മൾ ഡോഗ് പോയിട്ട് അവിടെ ഇൻഡിക്കേഷൻ ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട, കാരണം ഉറ്റവർ മണ്ണിൻ്റെ അടിയിലോ എവിടെയും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു സംശയം, കാരണം ഇപ്പം ഈ ഡോഗിനെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം എക്സ്പ്ലോസീവ് കണ്ടെത്തുക, നർക്കോട്ടിക്, അങ്ങനെ ഓരോ വിഭാഗത്തിനായിട്ട് തന്നെ ആ ഡോഗിനെ പരിശീലിപ്പിക്കും. തീർച്ചയായും നാർക്കോട്ടിക് ഡോഗ് ഉണ്ടെങ്കിൽ ഇവിടെ നാർക്കോട്ടിക് ഡോഗ് ഉണ്ട് ഇവിടെ. ആ നാർക്കോട്ടിക് ഡോഗിൻ്റെ ഐറ്റംസ് അത് മാത്രമേ ചെയ്യും. ട്രാക്കർ ഡോഗിന്റെ വർക്കേ ചെയ്യും. കാരണം അതിനൊരു ഡോഗും ഈ എക്സ്പ്ലോസീവ് ഡോഗിനെക്കാട്ടി കൂടുതൽ ട്രാക്കർ ഡോഗിന് പഠിപ്പിക്കാറുണ്ട്. കാരണം ഒരു പിടി മണ്ണെടുത്ത് ആയിരക്കണക്കിന് സെന്റ് ഉണ്ടാവും, സ്മെല്ലുണ്ടാവും. അതില്ല അത് വേർതിരിച്ച് ഒരു സ്മെല്ല് മാത്രമേ ഈ ഡോഗ് എടുത്ത് ഫോളോ ചെയ്യണം. അത് പഠിപ്പിക്കാൻ ഭയങ്കര പാടുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും കൃത്യമായിട്ട് ഫുഡ് ഡ്രൈവിൽ കൂടെ എല്ലാം പഠിപ്പിച്ച് നമ്മൾ ഡോഗിനെ ആ ലെവലിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലെവലിലാണ്, അത്ര ഹൈ ലെവൽ. ശാസ്ത്രീയമായിട്ട് നമ്മൾ ഡോഗിനെ ട്രെയിൻ ചെയ്യും. അങ്ങനെ കഴിവില്ല കുറേ ഇൻസ്ട്രക്ടർമാരുണ്ട് നമുക്ക് കേരളത്തിൽ തന്നെ. അവരാണ് ഇവിടുത്തെ യൂണിറ്റ്, കാസർഗോഡ് യൂണിറ്റിൽ എത്ര ഇൻസ്ട്രക്ടർ മീൻസ് എത്ര ഹാൻഡ്ലേഴ്സ് ആണല്ലോ സാർ? ഒരു ഡോഗിന് 2 ഹാൻഡ്ലേഴ്സ് ഉണ്ടാവും. എല്ലാ ഡോഗിനും ഒരു ഡോഗിന് 2 ഹാൻഡ്ലേഴ്സ് ഉണ്ടാവും. കാരണം ഒരാൾ ഏത് സമയത്ത് അറ്റ് എ ടൈം ഒരാൾ എന്തായാലും ഡോഗിൻ്റെ കൂടെ ഉണ്ടാവും ഏത് സമയത്തും. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകാനാലും പ്രാക്ടീസ് ചെയ്യാനാലും ഒരാളുണ്ടാവും. അപ്പോൾ ഒരാൾ റെസ്റ്റ് ആയാലും ബാക്കി ഒരു ഡോഗിന് കൃത്യമായിട്ട് 2 ഹാൻഡ്ലർ ഉണ്ടാവും ട്രെയിനിങ് സമയത്തെ. അപ്പോൾ ഈ ഇൻസ്ട്രക്ടർമാർ വേറെ തന്നെ ഇനായിട്ട് ഇൻസ്ട്രക്ടർമാർ കെപ്പിയിൽ STDS ഉണ്ട്. നമ്മളിപ്പോൾ സാറേ ഇപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നമ്മളൊക്കെ ഇപ്പം തിരുവനന്തപുരത്തൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ അറിഞ്ഞിട്ടുണ്ട്. കാരണം പിന്നെ ഈ K9 സ്ക്വാഡിൻ്റെ പ്രത്യേകിച്ച് കേരള പോലീസിൽ ഈ ശ്വാന വിഭാഗത്തിന് ഡോഗ് സ്ക്വാഡിൻ്റെ സേവനങ്ങൾ പല ലീഡും, അതായത് നിർണായകമായ പല ക്രൈംസിൽ നിന്നും വളരെ നിർണായകമായിട്ടുള്ള ലീഡ് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തുള്ള ഒരു വിധിന്യായത്തിൽ അവിടുത്തെ ജഡ്ജി പോലും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഡോഗിന്റെ ഈ പറയുന്ന ഈ രീതിയിലുള്ള ഒരു സേവനം നമുക്കൊക്കെ വളരെ അത്ഭുതത്തോടും അല്ലെ കൗതുകത്തോടൊക്കെ വായിച്ചു കേട്ട ഒരു സംഭവമാണത്. കാരണം സാറൊരു എക്സ്പീരിയൻസിൽ അങ്ങനെ ഒരു സംഭവങ്ങൾ വളരെ നിർണായകമായ, അതായത് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇരുട്ടിത്തപ്പുന്നു എന്നല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വളരെ ഒരു പെർപ്ലക്സിംഗ് ആയിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ഡോഗ് സ്ക്വാഡിന്റെ ചില ലീഡ്, അതായത് അത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ച ഏതെങ്കിലും ഒരു കേസ്? തീർച്ചയായും ഈ നമ്മൾ കഴിഞ്ഞ മാസം ഇവിടെ റൂണി വിശ്രാന്തിയിലേക്ക് പോയി എന്ന് പറഞ്ഞു. അത് 5-6 കേസോളം ഇങ്ങനെ ലീഡ് കൊടുക്കാൻ വേണ്ടി പറ്റിയ ആണ്. കാരണം ഒരു വ്യക്തിയുടെ ചെരുപ്പിൽ സ്മെല്ല് കൊടുത്തിട്ട് അയാളടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ ഐഡൻറ്റിഫിക്കേഷൻ എന്താണെന്ന് തിരിയാതെ ആൾക്കാരെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തിട്ട് ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ബെൽജിയം മെന്നസ് പറഞ്ഞ ഡോഗിന് കുറേ GSC കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നല്ല വർക്കാണെങ്കിൽ സീനിയർ ഓഫീസർ GSC കൊടുക്കും ഡോഗിന്, നല്ല വർക്കാണെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഞാൻ മറ്റൊരു സംശയം, സാർ ഈ ക്രൈം സീനിൽ തന്നെ ഇപ്പം ചില മർഡർ കേസുകൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകളൊക്കെ ആ വീടിൻ്റെ ചുറ്റുമൊക്കെ അല്ലെങ്കിൽ ആ ഒരു പ്ലേസിൽ കൂടിയിട്ടുണ്ടാകും. ചിലപ്പം ഈ പറയുന്ന പ്രതി തന്നെ അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ പ്രതി അവിടെ തന്നെ ഉണ്ടെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആൾക്കാരുടെ ഇടയിൽ നിന്ന് തെരഞ്ഞുപിടിക്കാൻ ബുദ്ധിമുട്ടായി, ഐഡന്റിഫിക്കേഷനായിട്ട് നിൽക്കില്ല. അപ്പോൾ ഇത് ട്രാക്ക് ഫോളോ ചെയ്തിട്ട് ഡോഗ് പോകും അങ്ങോട്ട്. അപ്പോൾ തൊട്ട് ഒരു 5-6 മീറ്റർ അപ്പുറത്തേക്ക് പ്രതി ഈ ആൾക്കാരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഈ ട്രാക്കർ ഡോഗിന് പല ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഈ കള്ളന്മാർ അല്ലെങ്കിൽ കൊലപാതകി ടച്ച് ചെയ്ത് പറഞ്ഞ സാധനത്തിന് സെൻറ്റ് കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ സ്മെല്ല് അവിടുന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ കിട്ടില്ല. ഈ കൊലപാതകി ഇടിയുണ്ടെങ്കിലും കിട്ടില്ല. ഇത് ആൾക്കാരെന്താവും, ചില കൊലപാതകി അവിടെ തന്നെ ഉണ്ടാവാം, പക്ഷെ ഉണ്ടാവാം. പക്ഷെ ആ കൊലപാതകി ഉപയോഗിച്ച സാധനം നമുക്കറിയില്ലല്ലോ എന്താ ഉപയോഗിച്ചെന്ന്. തലേന്ന് രാത്രി ഉപയോഗിച്ച സാധനം എന്താ നമുക്കറിയില്ല. അപ്പോൾ അറിയാതെ വേറെ എന്തെങ്കിലും സാധനത്തിന് സ്മെല്ല് കൊടുത്താൽ ഇയാൾ ഫോളോ ചെയ്യില്ല, വേറെ ഫോളോ ചെയ്ത് അങ്ങ് പോകും. അതാ ആ സമയത്ത് നമ്മളെ ബുദ്ധിയും കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെ ഇപ്പം ഈ പറഞ്ഞ സാർ ഇതിന്റെ പരിശീലനം തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഇത് ഇപ്പം ലീഡ് ചെയ്യുന്ന സംഭവം, ഈ ലീഡിങ് പോയിന്റ് കിട്ടണമെങ്കിൽ ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രത്യേകിച്ച് ഹാൻഡ്ലേഴ്സിന്റെ ഒക്കെ ഒരു ഒബ്സർവേഷനും ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഒക്കെ ഉണ്ടായാൽ മാത്രമേ അത് ട്രാക്ക് ചെയ്യാൻ ട്രാക്കിങ്ങിലേക്ക് പോകുള്ളൂ. കാരണം കള്ളന്മാർ ടച്ച് ചെയ്തു എന്ന് വിചാരിക്കും
പറഞ്ഞിരിക്കുന്ന സാധനത്തിന് സെൻറ്റ് കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും കള്ളൻ്റെ ട്രാക്ക് ആയിരിക്കില്ല പോകുന്നു. ഈ കള്ളൻ അപ്പുറം ഉണ്ടെങ്കിലും കിട്ടില്ല. അത് ഭയങ്കര പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് കള്ളൻ ടച്ച് ചെയ്തൊന്നും സാധനം തന്നെ കൊലപാതകം ഉപയോഗിച്ച സാധനം തന്നെ ഡോഗിന് സെൻറ്റ് കൊടുക്കണം. ഡോഗ് എത്ര കഴിവുണ്ടായിട്ടും കാര്യമില്ല. അത് നമ്മളെ പ്രസൻസും നമ്മളെ ഒബ്സർവേഷനും നമ്മളെ ചിന്താരീതിയും ഭയങ്കര പ്രധാനപ്പെട്ട ഘടകമാണ്. സർ, കാനൈൻ സ്ക്വാഡിലെ ഈ പറയുന്ന ഡോഗ്സിന് മറ്റേതെങ്കിലും തരത്തിലുള്ള അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ടോ? ഇതിനു മുന്നേ കാനൈൻ സ്ക്വാഡിലെ അംഗങ്ങളുണ്ട്, ഡോഗ് സ്ക്വാഡ് അംഗങ്ങൾക്ക് ഇതിനു മുമ്പ് ഇപ്പം നമുക്ക് പല സേവനങ്ങൾക്ക് മികച്ച അവാർഡൊക്കെ കിട്ടുന്നില്ല. അതുപോലെ കാനൈൻ സ്ക്വാഡിലെ അംഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ? നമ്മൾ ഡോഗിന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഈ ഇവിടെ കേരളത്തിലെ ആദ്യമായി നാഷണൽ മീറ്റിൽ നിന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നും വന്നിട്ട് കോമ്പറ്റീഷൻ നടത്തുന്ന ഒരു മീറ്റാണ് നാഷണൽ മീറ്റ്. അതിൽ ഗോൾഡ് മെഡൽ കിട്ടിയ ഒരു ഡോഗ് ഉണ്ട് നമ്മളെ കാസർഗോഡ് കാനൈൻ സ്ക്വാഡിൽ. ബഡ്ഡി എന്നാണ് അതിൻ്റെ പേര്. അതിനെ ട്രെയിൻ ചെയ്തത് അജേഷ് എന്നും മനു എന്ന് പറഞ്ഞ 2 ഹാൻഡ്ലറാണ്. ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് കിട്ടിയത്, അതിന് ശേഷവും കിട്ടിയില്ല. അപ്പോൾ നാഷണൽ മീറ്റിന് ഗോൾഡ് മെഡൽ കിട്ടിയ ഒരു ഡോഗ് കാസർഗോഡായില്ല, ബഡ്ഡി എന്ന 279 ഡോഗ് നമ്പർ. സർ, ഇപ്പോൾ കാനൈൻ സ്ക്വാഡിൽ ഈ പറയുന്ന കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഈ യൂണിറ്റിലുള്ള ഡോഗിനെ നമുക്ക് മറ്റ് സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലേക്കോ എമർജൻസി അങ്ങനെ ഏതെങ്കിലും സേവനത്തിന് ആവശ്യപ്പെടാറുണ്ടോ? മറ്റ് ജില്ലകളിലേക്ക് പോകാറുണ്ട്. പക്ഷെ ഈ കാസർഗോഡത്തെ ഡോഗിനെ വേറൊരു സംസ്ഥാനത്തേക്കൊന്നും ഇതുവരെ പിടിച്ചിട്ടില്ല. ഇവിടുത്തെ കേസും മെയിനായിട്ട് കാസർഗോഡ് ജില്ലാത്തെ ക്രൈമിനും ബാക്കി എല്ലാ നാർക്കോട്ടിക്കിൻ്റെ എല്ലാ ആവശ്യത്തിനാണ് വിളിച്ചിട്ടുള്ളത്. അന്യ സംസ്ഥാനത്തേക്ക് കാസർഗോഡ് ജില്ലേൻ്റെ ഡോഗിനെ വിളിച്ചിട്ടില്ല. സാർ, ഞാൻ വീണ്ടും ചോദിക്കാം, കാരണം ദീർഘകാല സർവീസിൽ ഈ മേഖലയിൽ ഇൻചാർജുള്ള ഒരു സാറായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം ഇതുപോലെ സീൻസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ പിന്നെ എക്സ്പ്ലോസീവ്സിൻ്റെ ഒക്കെ ആകുമ്പോൾ സമയത്ത് ഇങ്ങനെ ഒരു വളരെ ലീഡിംഗ് ആയിട്ട് കിട്ടിയ ഏതെങ്കിലും അനുഭവങ്ങൾ സാറിനുണ്ട്? ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോ അതല്ലാതെ പൊതുസ്ഥലത്തോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ അങ്ങനെ സാറിൻ്റെ ഈ സർവീസ് ജീവിതത്തിനിടയിൽ അങ്ങനെ ഏതെങ്കിലും ഓർത്തെടുക്കാൻ പറ്റിയ ചില സീൻസ്? എക്സ്പ്ലോസീവ് അങ്ങനെ കൃത്യമായിട്ടില്ല. കാരണം കാസർഗോഡ് എക്സ്പ്ലോസീവിൻ്റെ ആധിക്യമൊന്നുമില്ല, ബോംബിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. നാർക്കോട്ടിക് പിന്നെ കിട്ടിയിട്ടുണ്ട്. നാർക്കോട്ടിക് MDMA കൂടെ നമ്മുടെ ഡോഗ് പിടിച്ചിട്ടുണ്ട്. ട്രെയിനിങ് സമയത്ത് MDMA അധികം ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ MDMA എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുറവാണ്, അത് പെട്ടെന്ന് ഇതായി പോവുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധനം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നിട്ടും ഒരു വണ്ടിയിൽ നിന്ന് MDMA പിടിച്ചിട്ടുണ്ട് നമ്മളെ നാർക്കോട്ടിക് ഡോഗ്. കഞ്ചാവ് ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഡോഗിനെ നോക്കുന്നതുകൊണ്ട് ഡോഗ് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തരും. അത് അതിന്റെ പരിശീലനത്തോടൊപ്പം അതിന്റെ ഡെയിലിയുള്ള അതിന്റെ വ്യായാമെന്നോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രാക്ടീസ് തന്നെ. പ്രാക്ടീസ് അതിൻ്റെ കൂടെ കുറച്ച് ഓട്ടമെല്ലാം ഉണ്ടാവും. പിന്നെ ബോളിട്ട് ഓടിപ്പിക്കും. പക്ഷെ ഡോഗിന് എപ്പോഴും എക്സസൈസ് ആവശ്യമാണ്. അതായത് ഒരു മനുഷ്യന് വേണ്ടുന്ന ഹെൽത്തി സ്റ്റേജ് അത് ഏത് രീതിയിൽ പരിപാടി അതേപോലെ ഡോഗിനും അത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഇതിന് കൃത്യമായിട്ട് എക്സസൈസും പ്രാക്ടീസും കൊടുത്തില്ലെങ്കിൽ ഇതിന്റെ കഴിവ് കുറയുകയും ചെയ്യും. ഭക്ഷണം നല്ല വൃത്തി കൊടുക്കുമ്പോൾ ബൾക്കായിട്ട് ആരോഗ്യം പെട്ടെന്ന് പോവുകയും ചെയ്യും. നമുക്ക് ഉദ്ദേശിച്ച ഒരു റിസൾട്ട് പിന്നീട് കിട്ടാനും സാധിക്കില്ല. ആ സർവീസ് കൊണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് ഇപ്പോൾ സാർ ഇപ്പോൾ സൂചിപ്പിച്ച പല കാര്യങ്ങളും അതിന്റെ ഡെമോ നമുക്കൊന്ന് കാണാമല്ലോ. അത് കാണാം. ഇതിന്റെ സർവീസ് ഇപ്പോൾ സാർ നർക്കോട്ടിക് ആയാലും പിന്നെ എക്സ്പ്ലോസീവ് ഡിറ്റക്ഷൻ ആയാലും ട്രാക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ. നമുക്കൊന്ന് കാസർഗോഡ് യൂണിറ്റിലെ ഡോഗ്സിന്റെ ആ ഡെമോ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി കാണാം. തീർച്ചയായും. ആദ്യം നമുക്ക് നാർക്കോട്ടിക് ഡോഗിന്റെ ഡെമോ കാണാം അല്ലേ? ഇനി അടുത്തത് നമുക്ക് ഒരു ഡോഗ് ഒരു വീട്ടിൽ കളവ് നടന്നാൽ ആ ഡോഗ് കള്ളൻ്റെ സ്മെല്ലെടുത്ത് എങ്ങനെ ഫോളോ ചെയ്യുന്നു, ആ കള്ളനിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള ഒരു ഡെമോ ആണ് അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമുക്കൊന്ന് കാണാം. ഇദ്ദേഹം ഇവിടുന്ന് ഒരു ആൾ പോകുന്നതായിട്ട് നമ്മൾ ഡെമോ ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്മെല്ലിലെ ഒരു ഗ്ലൗസാണ് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഈ കള്ളനെന്ന് വിചാരിക്കുന്ന ഇദ്ദേഹം നടന്നു. ഇദ്ദേഹത്തിന് ഫോളോ ചെയ്തിട്ട് ഡോഗ് ഇയാളില്ല സ്ഥലത്തേക്ക് എത്തും. അങ്ങനെയാണ് നമ്മൾ ഡെമോ സെറ്റ് ചെയ്യുന്നത്.
അടുത്തത് എക്സ്പ്ലോസീവ് ഐറ്റംസ് വെഹിക്കിളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് അത് എങ്ങനെ ഡോഗ് കണ്ടുപിടിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കാസർഗോഡ് വിഷൻ്റെ ടോക്ക് ടൈമിന് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കേരള പോലീസിൻ്റെ കാസർഗോഡ് ഡോഗ് സ്ക്വാഡ് യൂണിറ്റാണ് നമ്മൾ ഇന്ന് ടോക്ക് ടൈം ചിത്രീകരിച്ചത്. കാരണം പൊതുജനങ്ങൾക്ക് സാധാരണ നമ്മളൊക്കെ വിഷ്വൽ മീഡിയയിലൊക്കെ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളൊക്കെ കാണാറുണ്ട് ഒരു ഡോഗ് സ്ക്വാഡിൻ്റെ സേവനങ്ങളൊക്കെ. വളരെ വ്യക്തമായിട്ടാണ് കാസർഗോഡ് ഡോഗ് സ്ക്വാഡ് യൂണിറ്റിലെ ഡോഗ്സ് നമുക്ക് പല ഡെമോ ഇവിടെ കാണിക്കുകയുണ്ടായി. കാരണം വെച്ചാൽ ഒരു ഡിറ്റക്ഷൻ ഡെമോ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നർക്കോട്ടിക് ഇതെങ്ങനെയാണ് ഡോഗ് കണ്ടുപിടിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഹാൻഡർ ഇൻ ചാർജ് ലോഹിദാസൻ സാറ് വളരെ കൃത്യമായിട്ട് പ്രേക്ഷകരോട് വിവരിച്ചിട്ടുണ്ട്. കാരണം ഇത് വളരെ വിദഗ്ധമായിട്ട് പരിശീലനം ലഭിച്ച ഡോഗുകളാണ്. ഇതിന് നിത്യം വ്യായാമം കൊടുക്കുന്നുണ്ട്. അവർക്ക് ലഭിച്ച പരിശീലനം അതേപടി നിലനിർത്താൻ, ആ സ്കില്ല് അതേപടി നിലനിർത്താൻ നിത്യവും ഈ ഡോഗുകൾക്ക് വ്യായാമം നൽകുന്നുണ്ട്. അങ്ങനെ നിത്യേനയുള്ള പരിശീലനവും തുടർന്നുള്ള വ്യായാമത്തിലൂടെയാണ് നമ്മൾ സാധാരണ ക്രൈം സീനിൽ കാണുന്ന പല അന്വേഷണവും നിർണായക ഘട്ടത്തിലെത്തിക്കുന്ന ലീഡ് ഈ ഡോഗ്സ് നമുക്ക് തരുന്നത്. ഈ യൂണിറ്റിലെ മറ്റ് അംഗങ്ങളെയും കൂടി നമുക്ക് പരിചയപ്പെടാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.